1960 മാവൂരിൽ ഗോളിയോറൻസ് ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിലെ വനങ്ങളിൽ സുലഭമായി ലഭ്യമായിരുന്ന യൂക്കാലിപ്റ്റസും മുളയും അസംസ്കൃത പദാർത്ഥങ്ങളായി ഉപയോഗിച്ചിരുന്ന പ്രസ്തുത ഫാക്ടറി റയോൺ ഗ്രേഡ് പൾപ്പ് എന്ന ഉൽപ്പന്നമാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് അത്തരം ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചു. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഓപ്പൺ ജനറൽ ലൈസൻസ് നൽകി പല വ്യവസായികൾക്കും വ്യാപാരികൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പൾപ്പ് ഇറക്കുമതി ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ പതുക്കെ ഈ കമ്പനി രോഗഗ്രസ്തമായി മാറുകയുണ്ടായി. അതിനെ തുടർന്ന് കമ്പനി അടച്ചുപൂട്ടാനുള്ള തീരുമാനം 1990കളിൽ മാനേജ്മെൻറ്റ് സ്വീകരിച്ചു. അവരുടെ ലാഭനിരക്ക് കുറഞ്ഞതും അവർക്ക് മാവൂരിലുണ്ടായിരുന്ന പ്രൊഡക്ഷൻ മറ്റ് യൂണിറ്റുകളിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായതുമാണ് വളരെ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തെ കൈയൊഴിയാൻ ബിർളയെ പ്രേരിപ്പിച്ചത്. എൻ്റെ പേര് ചന്ദ്രൻ പാലക്കോട്ട്. ഞാൻ മാവൂർ തന്നെയാണ്, മാവൂർക്കാരൻ തന്നെയാണ്. മാവൂരിൻ്റെ ഫാക്ടറിയുടെ വരവും അതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ 64 മുതൽക്ക് 89 വരെ അവിടെ മാവൂർ INTUC-യിലായിരുന്നു അതിൻ്റെ പ്രവർത്തകരായിരുന്നു. അവസാനം ഒരു 15-20 കൊല്ലം അതിൻ്റെ ഭാരവാഹിയായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആര്യാടൻ പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ബിർളയെ മാവൂരിലേക്ക് ആകർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അന്നത്തെ EMS ഗവൺമെൻറ് തന്നെയാണ്. അവർക്കുള്ള സഹായങ്ങളും മറ്റെല്ലാം ഓഫർ ചെയ്തിട്ടുള്ളത് EMS സർക്കാർ തന്നെയാണ്. എന്താണ് അവർക്ക് അടച്ചുപൂട്ടാനുണ്ടാകുന്ന കാരണങ്ങൾ? അതിലൊരിക്കലും അതിലൊരു തൊഴിൽ സമരമോ തൊഴിൽ പ്രക്ഷോഭങ്ങളോ ഒരു കാരണമായിട്ടില്ല. കാരണമായി പറഞ്ഞ പ്രധാനമായ കാര്യം അവർക്ക് അസംസ്കൃത പദാർത്ഥങ്ങൾ, മുള, യൂക്കാലിപ്സ് ഇതിൻ്റെ ലഭ്യത തന്നെയാണ് അതിൻ്റെ പ്രധാന വിഷയമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോൾ ഏത് വ്യവസായം അടച്ചാലും അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ കമ്പനി ഒരിക്കലും അടച്ചു പൂട്ടിയാൽ ഈ രീതിയിലുള്ള സാമ്പത്തികമായിട്ടും എല്ലാം തന്നെ സാമൂഹികമായിട്ടും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് വാസുവിൽ കരീമിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് സമീപ പഞ്ചായത്തുകളിലെല്ലാം തന്നെ പ്രചരണങ്ങൾ നടന്നിട്ടുള്ളത്. ആ പ്രചരണങ്ങൾ നടന്നിട്ട് ആൾക്കാരെ ഒന്ന് സമരസപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ കമ്പനി അടയ്ക്കാത്ത ഒരു സമീപനം ഉണ്ടാക്കണം. 2001 തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടുകയും UDF അധികാരത്തിൽ വരികയും. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ മാവൂർ കമ്പനി അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് കേരള സർക്കാർ പിന്മാറി. അതോടെ തൊഴിലാളികൾ നിരാശയിലായി. കേരള സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ ഈ പ്രക്ഷോഭവും പ്രതിരോധവും തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന ഒരു ചിന്ത തൊഴിലാളികളെ ബാധിച്ചു. തുടർന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളും കൂടി ആലോചന നടത്തി മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്ത് തൊഴിലാളികൾക്ക് ന്യായമായ കോമ്പൻസേഷൻ വാങ്ങി പ്രശ്നം അവസാനിപ്പിക്കാം എന്ന ഒരു ധാരണയിലെത്തി. അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ബാബു ദിവാകരൻ്റെ സാന്നിധ്യത്തിൽ സുദീർഘമായ ചർച്ചകൾ നടത്തി കോമ്പൻസേഷൻ സംബന്ധിച്ച് തീരുമാനിച്ച് കമ്പനി അടച്ചുപൂട്ടൽ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഇത് അടച്ചുപൂട്ടൽ തികച്ചും ഒരു വ്യവസായ പ്രശ്നം എന്ന നിലയിൽ സംഭവിച്ചതാണ്. ബിർളക്ക് ആഗ്രഹിച്ച ലാഭം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുക എന്ന സാധാരണ ഒരു വ്യവസായ മുതലാളിയുടെ നടപടിയാണ് മാവൂരിലുണ്ടായത്.